ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു KL01 വേൾഡ് ഓഫ് നോളജ് PSC ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ എക്കണോമിക്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ കഴിഞ്ഞ ദിവസം നമ്മൾ അവസാനമായി നോക്കി നിർത്തിയ ചോദ്യം പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് ഏത്? കുറച്ച് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു: ഖനനം, മത്സ്യബന്ധനം, ബാങ്കിങ്, കോഴി വളർത്തൽ. അപ്പോ ഇവയിൽ ബാങ്കിങ് ആണ് പ്രൈമറി സെക്ടറിൽ അല്ലെങ്കിൽ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കിയത് പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെറിഷറി സെക്ടർ എന്നിവയെ കുറിച്ചൊക്കെ ആയിരുന്നു. അപ്പോൾ അതിന്റെ ബാക്കി ഭാഗങ്ങളിലേക്കാണ് ഇന്നത്തെ നമ്മൾ ക്ലാസ്സുകളിലേക്ക് പോകുന്നത്. ഓക്കെ, നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. പ്രാഥമിക ദ്വിതീയ മേഖലകളിൽ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതും വിതരണം ചെയ്യുന്നതുമായ മേഖല അറിയപ്പെടുന്നതാണ് സേവന മേഖല അല്ലെങ്കിൽ തൃതീയ മേഖല എന്ന് പറയുന്നത്. ടെറിഷറി സെക്ടറിനെ കുറിച്ചാണ് ഈ പറയുന്നത്. പ്രാഥമിക ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതും വിതരണം ചെയ്യുന്നതുമായ മേഖല അറിയപ്പെടുന്നതാണ് സേവന മേഖല അല്ലെങ്കിൽ തൃതീയ മേഖല. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന മേഖലയാണ് തൃതീയ മേഖല. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന മേഖലയാണ് തൃതീയ മേഖല അല്ലെങ്കിൽ ടെറിഷറി സെക്ടർ. ദേശീയ വരുമാനം 3 മേഖലകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഏതൊക്കെയാണ്? പ്രാഥമിക മേഖല അല്ലെങ്കിൽ പ്രൈമറി സെക്ടർ, ദ്വിതീയ മേഖല സെക്കൻഡറി സെക്ടർ ആൻഡ് തൃതീയ മേഖല എന്ന് പറയുന്ന ടെറിഷറി സെക്ടർ. ഈ 3 മേഖലകളുമായിട്ടാണ് ദേശീയ വരുമാനം ബന്ധപ്പെട്ടിരിക്കുന്നത്. ദേശീയ വരുമാനം എത്ര മേഖലകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം 3. അറിവ് അധിഷ്ഠിത മേഖല എന്താണെന്ന് നമുക്ക് നോക്കാം. അറിവ് അധിഷ്ഠിത മേഖല സാമ്പത്തിക വളർച്ച കൈവരിക്കുന്നതിനായി അറിവും സാങ്കേതിക വിദ്യയും ഫലപ്രദമായി പ്രയോഗിക്കുന്ന മേഖലയാണ് അറിവ് അധിഷ്ഠിത മേഖല അല്ലെങ്കിൽ നോളജ് സെക്ടർ എന്ന് പറയുന്നത്. നോളജ് സെക്ടർ അറിവ് അധിഷ്ഠിത മേഖല ഉൾപ്പെടുന്നത് തൃതീയ മേഖലയിലാണ്. അറിവ് സമ്പദ്ക്രമത്തിന്റെ നോളജ് എക്കണോമി. അപ്പോൾ അതിന്റെ അടിസ്ഥാനം വിദ്യാഭ്യാസ നൂതന സാങ്കേതിക ആശയങ്ങളുടെ പ്രയോഗമാണ്. വിദ്യാഭ്യാസ നൂതന സാങ്കേതിക ആശയങ്ങളുടെ പ്രയോഗം, വിവരവിനിമയ സാങ്കേതിക വിദ്യ. ഒരു സംരംഭത്തിലോ സമൂഹത്തിലോ ഉള്ള ആളുകളുടെ കൂട്ടായ അറിവാണ് ബൗദ്ധിക മൂലധനം അല്ലെങ്കിൽ കാണാൻ കഴിയാത്ത ആസ്തിയാണ് കേട്ടോ അത്. ഇന്റലക്ച്വൽ ക്യാപിറ്റൽ എന്ന് പറയും. ഇന്റലക്ച്വൽ ക്യാപിറ്റൽ. ഓക്കെ, ദെൻ അറിവ് അധിഷ്ഠിത മേഖലയ്ക്ക് ഉദാഹരണമാണ് കേരള സർക്കാർ ആരംഭിച്ച ടെക്നോ പാർക്ക്, പിന്നെ അതുപോലെ തന്നെ ഇൻഫോ പാർക്ക്. ഇതൊക്കെ അറിവ് അധിഷ്ഠിത മേഖലയ്ക്ക് ഉദാഹരണങ്ങളാണ്. ഏതൊക്കെയാണ്? ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക് ഒക്കെ. ഓക്കെ, ഇനി ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണം എന്ന് പറയുന്ന ടോപ്പിക്കിലേക്കാണ് നമ്മൾ പോകാനായി പോകുന്നത്. ഓക്കെ, ശരി, നമുക്ക് അങ്ങോട്ട് പോയാലോ. ഓക്കെ, ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവാണ് എം വിശ്വേശ്വരയ്യ. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് ആരാണ്? എം വിശ്വേശ്വരയ്യ. ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണത്തിന് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയത് എം വിശ്വേശ്വരയ്യയാണ്. അപ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണത്തിന് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയ വ്യക്തിയാണ് ആര്? എം വിശ്വേശ്വരയ്യ. പ്ലാൻഡ് ഇക്കണോമി ഫോർ ഇന്ത്യ എന്ന പ്രസിദ്ധമായ കൃതി എഴുതിയതും എം വിശ്വേശ്വരയ്യയാണ്. പ്ലാൻഡ് ഇക്കണോമി ഫോർ ഇന്ത്യ എന്ന പ്രസിദ്ധമായ കൃതി എഴുതിയത് എം വിശ്വേശ്വരയ്യ. ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവ് എം വിശ്വേശ്വരയ്യ. എം വിശ്വേശ്വരയ്യ. എഞ്ചിനീയേഴ്സ് ദിനം സെപ്റ്റംബർ 15 വിശ്വേശ്വരയ്യയുടെ ജന്മദിനമാണ് എഞ്ചിനീയേഴ്സ് ദിനമായിട്ട് ആചരിക്കുന്നത് സെപ്റ്റംബർ 15. ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങളാണ് വളർച്ച, സ്വാശ്രയത്വം, തുല്യത, ആധുനികവൽക്കരണം. വളർച്ച, സ്വാശ്രയത്വം, തുല്യത, ദെൻ ആധുനികവൽക്കരണം. ഓക്കെ, മോഡേണൈസേഷൻ, ആധുനികവൽക്കരണം. Who wrote the book Planned Economy of India? Who wrote the book Planned Economy of India? ആൻസർ വിശ്വേശ്വരയ്യ. ശ്രീ വിശ്വേശ്വരയ്യയാണ് എന്താണ് പറയുന്നത്? പ്ലാൻഡ് ഇക്കണോമി ഓഫ് ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത്. ഹു റോട്ട് ദ ബുക്ക് പ്ലാൻഡ് എക്കണോമി ഓഫ് ഇന്ത്യ? വിശ്വേശ്വരയ്യ. ഓക്കെ, തൽക്കാലം ഇത്രയും കാര്യങ്ങൾ നോക്കിക്കൊണ്ട് ഇന്നത്തെ ക്ലാസ്സുകൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ക്ലാസ്സുകൾ വീണ്ടും തുടരുന്നതാണ്. പുതിയ ക്ലാസ്സുകളിൽ വീണ്ടും കണ്ടുമുട്ടും വരേക്കും സൈനിങ് ഓഫ് KL01 വേൾഡ് ഓഫ് നോളജ്. ബൈ.